നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് തന്നെ എഴുതി കാണിക്കുന്ന ഇതുപോലെയുള്ള കുറച്ച് ആൾക്കാരുടെ വാചകങ്ങൾ അവരിങ്ങനെ എഴുതി കാണിക്കാറുണ്ട്. അപ്പോൾ ട്രേഡിങ്ങിൽ വളരെയധികം വിജയിച്ച അറിയപ്പെടുന്ന കുറച്ച് ആൾക്കാരുടെ വാചകങ്ങളാണ്. അപ്പോൾ ഇന്ന് കാണിച്ചത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്. ഇത് നമുക്കൊന്ന് വായിച്ച് നോക്കിയാലും മനസ്സിലാകുന്ന കാര്യം ഇതാണ്: ദ കീ ടു സക്സസ്ഫുൾ ട്രേഡിംഗ് is not predicting what will happen next, but rather managing risk and knowing when to cut your losses. അതായത് ട്രേഡിങ്ങിലെ വിജയം അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ പ്രവചിക്കുന്നതിലല്ല, അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ മുന്നോട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടെത്തുന്നതിൽ നമ്മളുടെ കഴിവല്ല എന്ന് ചുരുക്കം, മറിച്ച് ബട്ട് റാദർ ദാൻ മാനേജിങ് റിസ്ക് ആൻഡ് നോവിങ് വെൻ ടു കട്ട് യുവർ ലോസസ്. നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്യാൻ നിങ്ങൾക്കറിയാമെങ്കിൽ എപ്പോഴാണ് നിങ്ങളുടെ ലോസ് അവസാനിപ്പിക്കേണ്ടത്, ഒരു ട്രേഡ് എടുത്താൽ അതിൽ മാക്സിമം കൊടുക്കാവുന്ന ലോസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളത് കട്ട് ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ വിജയിക്കും എന്നാണ് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇന്നത്തെ ട്രേഡിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡും നമ്മൾ ഈ പോയിന്റിൽ എൻട്രി എടുത്തു. നമ്മൾ എൻട്രി എടുക്കുമ്പോൾ തന്നെ കട്ട് യുവർ ലോസസ് എവിടെ കട്ട് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, നമ്മൾ എടുക്കുന്ന ടാർഗറ്റ് മിനിമം 1% ആണ്. സോ ദാറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 1:2 എന്ന് പറയുന്ന റിസ്ക് റിവാർഡ് മിനിമം എടുത്താലേ നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ 0.5% നമുക്ക് റിസ്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്, ആദ്യം നമ്മൾ കയറി എൻട്രി എടുക്കും, എൻട്രി എടുത്തതിന് ശേഷം എൻട്രി എടുത്ത പ്രൈസ് പോയിന്റിൽ നിന്ന് 0.5% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും, എന്നിട്ട് അവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടും. 1% കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ട് അവിടെ നമ്മൾ ടാർഗറ്റും വയ്ക്കും. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ കാരണം ലോസ്, ഇപ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്തു, അതിനുശേഷം 0.5% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കിനും മാർക്കറ്റ് ഓൾറെഡി 1%-ലധികം ലോസിലേക്ക് പോയിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അങ്ങനെ വന്നതിന് ശേഷം 2-3 തവണ അത് ആവർത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ എൻട്രി എടുക്കുന്നത് ബ്രാക്കറ്റ് ഓർഡറാക്കി. ബ്രാക്കറ്റ് ഓർഡറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആ വിൻഡോയിൽ തന്നെ നമ്മൾ ഓർഡർ കൊടുക്കുന്നുണ്ട് നമുക്ക്. അതായത് ഇപ്പോൾ ഇവിടെ ബൈ ചെയ്യുകയെന്ന് കരുതുക, നമ്മളിവിടെ ബൈ ചെയ്യുമ്പോൾ ഒരു ക്വാണ്ടിറ്റി, ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ ടാർഗറ്റും വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് ബൈ ഡിഫോൾട്ട് വരുന്നത് 1%-ൻ്റെ പ്രോഫിറ്റും 1%-ൻ്റെ സ്റ്റോപ്പ് ലോസുമാണ്. നമ്മളിതിനെ 0.5% ആക്കി മാറ്റും. കാരണം നമ്മുടെ റിസ്ക് റിവാർഡ് 1:2 ആകുന്ന അപ്പോഴാണ്. അപ്പോൾ 0.5% ആണ് നമ്മുടെ റിസ്ക്, നമ്മൾ 1% ടാർഗറ്റും വെച്ചിട്ട് അതങ്ങ് പ്ലേസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ എൻട്രി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എൻട്രി എവിടെ ഏത് പ്രൈസിൽ കിട്ടിയാലും എത്ര വലിയ ഫ്ലക്ച്വേഷൻ സംഭവിച്ചാലും നമ്മൾ എൻട്രി എടുത്തതിൽ നിന്ന് നെക്സ്റ്റ് 0.5% ഓട്ടോമാറ്റിക്കലി എക്സിറ്റായി പോയിക്കോളും. അപ്പോൾ നമുക്ക് ടൈം ഡിലേ വരത്തില്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ സമയത്ത് ചെറുതാണെങ്കിലും ഒരു ടെൻഷൻ നമ്മൾ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ വാചകങ്ങൾ പലപ്പോഴും പണ്ടും നമ്മൾ കാണുന്നുണ്ടായിരുന്നു എങ്കിലും ഇതെന്താണെന്ന് അന്ന് മനസ്സിലാകത്തില്ലായിരുന്നു. ഇപ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ഇനി മറ്റാര് പറഞ്ഞു തന്നാലും ചില കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റത്തില്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളത് കണ്ടെത്തുന്നത് വരെ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ട്രേഡ് ഇതായിരുന്നു. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇന്നിപ്പോൾ നിഫ്റ്റി 50 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നല്ലൊരു മൂവ് മാർക്കറ്റ് കൊടുത്തിരുന്നു. ഇവിടെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റയും കൂടെ വെച്ചിട്ട്, ഇത് ഈ ഒരു ചാർട്ടിൽ നിന്ന്, ഇന്നലത്തെ ചാർട്ടിൽ നിന്നുള്ള പ്രൈസ് ആക്ഷൻ ലൈൻ അല്ല ഇത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു പ്രൈസ് ആക്ഷൻ പോയിൻ്റാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഓപ്പൺ ചെയ്ത അതിൻ്റെ താഴത്താണ് പ്രീവിയസ് ഡേ ഹൈയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. നിഫ്റ്റി 50 പ്രീവിയസ് ഡേ ഹൈയിൽ പോയി ലിക്വിഡിറ്റി എടുത്ത് താഴത്തേക്ക് പുഷ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഒരു ഷോർട്ട് ചെയ്യുന്ന ആൾ, നമ്മൾ പറയുന്നത് ഓപ്ഷൻസിലോ അതല്ലെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സിലോ ഒക്കെ ഇവിടുന്ന് ഒരു ഷോർട്ട് ചെയ്യുന്ന ആൾക്ക് നല്ലൊരു റിട്ടേൺ ഇന്ന് 1:2 എന്തായാലും അവിടെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളുടെ വാച്ച് ലിസ്റ്റിലുള്ള മറ്റ് സ്റ്റോക്കുകളിൽ നമ്മളുടെ പ്രൈസ് ആക്ഷൻ ട്രേഡിങ് നമുക്കറിയാം, ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. വിപ്രോ നോക്കിക്കഴിഞ്ഞാൽ
നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ വിപ്രോ കുറച്ച് അധിക നാളായിട്ട് കാണിക്കുന്നൊരു സ്വഭാവമാണ്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ വലിയൊരു മൂവ് നടത്തും, അതിനുശേഷം അന്നത്തെ ദിവസം പിന്നീട് വലിയ മൂവുകളൊന്നും കാണിക്കാറുമില്ല. ഇന്നും അത് തന്നെയാണ് കാണിച്ചേക്കുന്നത്. ഈ ഒരു പ്രൈസ് ആക്ഷൻ പോയിന്റിൽ നിന്ന് താഴത്ത് സ്റ്റാർട്ട് ചെയ്തു, ഈ പോയിന്റിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം കൺസോൾഡേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനകത്തൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടുന്ന് വേണമെങ്കിൽ മുകളിലേക്ക് വന്നാൽ നമുക്കൊരു റിവേഴ്സൽ ട്രേഡിങ്ങിന് അവസരം ഉണ്ടായിരുന്നു, പക്ഷേ അതങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ വരുമ്പോൾ നമ്മൾ ബൈ ആയിരിക്കും ചെയ്യുന്നത്. സോ ദാറ്റ് നമുക്കിന്ന് എന്തായാലും സ്റ്റോപ്പ് ലോസ് ആയിരിക്കും അതിൽ ട്രേഡ് എടുത്താൽ കിട്ടുക. ഇനി അവിടെ നിന്ന് എൻട്രി എടുക്കാത്ത ഒരാൾ, ഇപ്പോൾ ഇന്നലത്തെ നമ്മളുടെ ONGCയിൽ ട്രേഡ് കണ്ടിട്ടുള്ളവർക്കറിയാം രണ്ടാമത്തെ ലെവൽ ഓഫ് റെസിസ്റ്റൻസിൽ നിന്നാണ് നമ്മൾ റിവേഴ്സൽ ട്രേഡ് എടുത്തത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു റിവേഴ്സൽ ട്രേഡ് എടുക്കുന്ന ആൾക്ക് ഇവിടെ ഒന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി അങ്ങനെയാണെങ്കിൽ അയാളിപ്പോൾ ലോസിലല്ല പ്രോഫിറ്റ് തന്നെ നിൽക്കുന്നുണ്ടാകും. അങ്ങനെ ഒരു എൻട്രി എടുക്കുന്ന ആൾക്ക് 1:2 കിട്ടാനുള്ള സാധ്യത, കിട്ടാനും കിട്ടാതിരിക്കാനുള്ളൊരു സാധ്യത ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. ഇനി ONGC, ഇന്നലെയും നമുക്ക് ONGC പ്രോഫിറ്റാണ് തന്നിരുന്നത്. ഇന്നലെ നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് റിവേഴ്സൽ ട്രേഡാണ് എടുത്തത്. അപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് റിവേഴ്സൽ ട്രേഡ് എടുത്ത ആൾക്കാർക്കും ഇന്നലെ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ മുകളിലേക്ക് ഒരു റിവേഴ്സൽ ട്രേഡ് എടുക്കുന്ന ആൾക്കാർക്കും അവിടെയും ഒരു 1:2 റിസ്ക് റിവാർഡ് കിട്ടുമായിരുന്നു. അതായത് ഇന്നലെ ഏത് സൈഡിലേക്ക് എടുത്താലും ONGCയിൽ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ഇനി ഇന്ന് നമ്മൾ ചെയ്തത്, ഇന്ന് നമ്മൾ മാർക്കറ്റിൻ്റെ ആദ്യത്തെ 10 മിനിറ്റ് സമയം നമ്മൾ മാർക്കറ്റിലില്ലായിരുന്നു, സിസ്റ്റം ഒന്നും ഓണാക്കിയിട്ടില്ലായിരുന്നു. നമ്മൾ വന്നിരുന്നത് ഏകദേശം 9:20 ശേഷമാണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യാൻ പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ അന്നേരം കണ്ടത്. ആ സമയം നമ്മളൊരു ഓർഡർ, ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് അത് ബ്രാക്കറ്റ് ഓർഡറായിട്ടാണ് നമ്മൾ ചെയ്തത്. ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചിരുന്നു. പ്രൈസ് ഇങ്ങോട്ട് വന്ന് ഹിറ്റ് ചെയ്തു. ഹിറ്റ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ കാണുന്നത് ഏകദേശം ഒരു 145 രൂപയുടെ പ്രോഫിറ്റാണ്. കാരണം ഇത് ഹിറ്റ് ചെയ്തതും നല്ല രീതിയിൽ റിജക്റ്റ് ചെയ്ത് മുകളിലേക്ക് പോയതുമൊക്കെ ഒന്നിച്ചായിരുന്നു. അടുത്ത ക്യാൻഡിൽ വീണ്ടും ഒന്നും കൂടി ഇവിടെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഫില്ലാകാത്ത ബാക്കി ഓർഡറുകളൊക്കെ ഫില്ല് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയി. നമുക്കിവിടെ കാണാം ഈ ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്തു. മൂന്നാമത്തെ ക്യാൻഡിൽ 15 മിനിറ്റിൽ നമുക്കിന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഇനി അവിടെ പോയിട്ട് മുകളിൽ നിന്ന് വീണ്ടും ഒരാൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ അയാൾക്ക് 1:1 അടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ട്രേഡ് പ്രോഫിറ്റിൽ തന്നെ നിൽക്കുവാണ്. നമ്മുടെ തോന്നലനുസരിച്ച് ഇന്നലെ ചെയ്ത രീതിയും വെച്ചിട്ട് ഒരുപക്ഷെ വീണ്ടും അത് മുകളിൽ നിന്ന് താഴത്തേക്കും ഒരു 1:2 കൂടെ ഒരുപക്ഷെ കൊടുത്തേക്കാം. സൈഡ് വൈസ് മാർക്കറ്റാണ് ഇതിന്ന് പോകാൻ പോകുന്നതെങ്കിൽ ഈ പറയുന്ന കാര്യം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യേണ്ട നമ്മുടെ ആവശ്യമല്ല. മുന്നിലത്തെ ആ ക്ലിപ്പിൽ നമ്മൾ കണ്ടതുപോലെ മാർക്കറ്റ് എന്ത് സംഭവിക്കാൻ പോകുന്നു നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ട. നമ്മൾ ആ ഒരു സാധ്യത 50% ഓഫ് സാധ്യത എല്ലാത്തിനും മാർക്കറ്റിലുണ്ട്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു 40% വിൻ റേഷ്യോ കിട്ടിയാൽ നമ്മൾ വിജയിച്ചു. പവർ ഗ്രിഡിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മളുടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നല്ല രീതിയിൽ ഇന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തു, റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല. നമുക്കിവിടെ കാണാം ആ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തേക്കൊന്നും വരുന്നില്ല. ഇവിടെ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അത് കിട്ടും. അതിനുശേഷം താഴത്തേക്ക് മാർക്കറ്റ് പുഷ് ചെയ്യുന്നു. 1:3 നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കിലേക്ക് 1:3 റിസ്ക് റിവാർഡ് അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലോ വരെ നോക്കിക്കഴിഞ്ഞാൽ 2%, അതായത് 1:4 റിസ്ക് റിവാർഡ് കിട്ടുന്നൊരു ട്രേഡ് മാക്സിമം അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പവർ ഗ്രിഡിലും ONGCയിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ രണ്ടെണ്ണത്തിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. BPCL നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച നമ്മൾ പറഞ്ഞ സെയിം ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി വളരെ മനോഹരമായിട്ട് അവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ പോയി ഹിറ്റ് ചെയ്യുന്നുണ്ട്. അത് മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ പോയി ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്ന ഒരാൾക്ക് സ്റ്റോപ്പ് ലോസിലേക്ക് അത് പോയിട്ടില്ല. പിന്നീട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത് നിയർലി 1% അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. താഴത്തെ ഓർഡർ ബ്ലോക്ക് വരുന്നത് ഒരു 1:3 അടുത്തുള്ള ടാർഗറ്റാണ്. അപ്പോൾ അതിലേക്ക് ഇന്ന് മാർക്കറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്കും ഒരു 1:2 റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ടാകും. അപ്പോൾ BPCയിലും 1:2 കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനിയുള്ളത് NTPCയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. താഴത്തേക്ക് വന്ന് താഴത്തെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തു. താഴത്തെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ല. എന്നാൽ 1:2 ഒരു 0.74% വരെ എത്തിയിട്ടുണ്ട്. 1:2 മാർക്കറ്റ് ഇപ്പോഴും എത്തിയിട്ടില്ല. എൻട്രി എടുത്ത പോയിന്റിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ലോസും ഇല്ല പ്രോഫിറ്റും ഇല്ലാത്തൊരവസ്ഥയിലാണ്. എനിവേ
ഈ 5 നോക്കിയതിൽ 2 ഓൾറെഡി പ്രോഫിറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ ഇന്ന് ട്രേഡ് ചെയ്യുന്ന ഒരു 5 ഓരോരോ ട്രേഡ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നെറ്റ് പ്രോഫിറ്റിൽ കലാശിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. 2 പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയിൽ നിൽക്കുകയാണ്. സോ ദാറ്റ് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജേണലിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാം 15 ദിവസം നമ്മളിതുവരെ രണ്ടാമത്തെ സെഷൻ, അതായത് 200 ട്രേഡിംഗ് ഡേയ്സിൻ്റെ സെക്കൻഡ് സെഷനാണ് ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 15 ട്രേഡിംഗ് ഡേയ്സിൽ 5 ദിവസമേ നമ്മൾ പ്രോഫിറ്റിൽ വന്നിട്ടുള്ളൂ. 10 ദിവസവും നമ്മൾ ലോസ് ആയിരുന്നു. അതായത് 33% വിൻ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ നമ്മളിവിടെ നെറ്റ് പ്രോഫിറ്റിലാണുള്ളത്. ഇതാണ് നമ്മൾ തുടക്കത്തിൽ കാണിച്ച സ്ലൈഡിൽ പറഞ്ഞല്ലോ, മാർക്കറ്റ് പ്രഡിക്റ്റ് ചെയ്യുന്നതിലല്ല, റിസ്ക് മാനേജ് ചെയ്യുന്നതിലാണ് വിജയം ഇരിക്കുന്നത്. ട്രേഡിങ്ങിലെ വിജയം വിൻ റേഷ്യോയുടെ പുറത്തല്ല ഇരിക്കുന്നത്, മറിച്ച് റിസ്ക് മാനേജ്മെൻറ്റിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ പൊസിഷൻ സൈസിങ്, അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നമ്മുടെ പൊസിഷൻ സൈസിങ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? 16,000 രൂപയാണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി 8,000 രൂപയുടെ ട്രേഡേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി 8,000 രൂപയുടെ ട്രേഡ് എടുക്കുമ്പോഴും ഷെയറിൻ്റെ പ്രൈസിൽ 0.5% റിസ്ക്കേ നമ്മൾ എടുക്കുന്നുള്ളൂ. 5 ടൈംസ് ലിവറേജ് എടുക്കുന്നുണ്ട്. അത് ഈ 0.5% ഷെയറിൻ്റെ പ്രൈസിലേ നമ്മൾ റിസ്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ നമ്മുടെ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടേതായ മെത്തേഡ് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അത് മാനേജ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ വ്യക്തമായ ഒരു മാത്തമാറ്റിക്കൽ പ്ലാൻ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് റിസ്ക് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അക്കൗണ്ടിലുള്ള തുകയുടെ പകുതി വെച്ചിട്ടായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഏതൊരു ട്രേഡിനും 0.5% ആയിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാകുന്നത്. മിനിമം 1% ടാർഗറ്റ് വെക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം, ഇപ്പോൾ കഴിഞ്ഞ മാസം നോക്കിക്കഴിഞ്ഞാൽ 2 ട്രേഡേ നമ്മൾക്ക് പ്രോഫിറ്റ് കിട്ടിയിരുന്നുള്ളൂ. 6 ട്രേഡ് ലോസ് ആയിരുന്നു. നെറ്റ് 6% നമ്മൾ ലോസാണ് കഴിഞ്ഞ മാസം ഉണ്ടാക്കിയത്. ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ 4 ദിവസം ലോസും 3 ദിവസം പ്രോഫിറ്റും. അപ്പോഴും പ്രോഫിറ്റിൻ്റെ നമ്പർ വളരെ കുറവാണ്, കൂടുതലും നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും നമ്മൾ 7% ഓൾറെഡി പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് മാർക്കറ്റ് പ്രഡിക്റ്റ് ചെയ്യുന്നതിലല്ല. മാർക്കറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് വിൻ റേഷ്യോ കൂടുതൽ കിട്ടും, നമ്മൾ എടുക്കുന്ന ട്രേഡുകൾ കൂടുതലും വിജയിക്കാൻ തുടങ്ങും. അതാണല്ലോ പ്രഡിക്ഷൻ ശരിയാകുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രഡിക്റ്റ് ചെയ്യുന്നതിലല്ല കാര്യം, മറിച്ച് നമ്മുടെ കൺട്രോളിലുള്ള ഒരേ കാര്യമേ ഉള്ളൂ, ഒരേ ഒരു കാര്യമേ ട്രേഡിങ്ങിലുള്ളൂ. അത് നമ്മുടെ കയ്യിൽ നിന്ന് എത്ര റിസ്ക് കൊടുക്കാം എന്നത് മാത്രമാണ്. പ്രോഫിറ്റ് എത്ര കിട്ടും എന്നത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമേ അല്ല. മാർക്കറ്റ് പോയാൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടൂല. അപ്പോൾ റിസ്ക് കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ കൺട്രോളിലാണ്. നമ്മൾ കൃത്യമായി ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് നല്ല രീതിയിൽ നമ്മൾ എടുത്തെടുത്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലോസ് കൂടി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ കൂടുതൽ ലോസ് കൊടുക്കാതെ നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്ന ഒരു തുക മാത്രമേ നമ്മൾ ലോസായിട്ട് കൊടുക്കൂ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ യഥാർത്ഥ കഴിവ്. അപ്പോൾ കൂടുതൽ നമ്പർ ഓഫ് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നതും ഇവിടെ ഒരു കഴിവുകേടാണ്. കാരണം നമുക്ക് നമ്മുടെ ഇമോഷനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ട്രേഡ് എടുക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ മാസം ഫസ്റ്റ് മന്ത് നമ്മൾ 6 ദിവസം ലോസ് ഉണ്ടാക്കി, 2 ദിവസമേ പ്രോഫിറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നെറ്റ് ലോസിലാണ്. അതിനുശേഷം അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ലോസോടുകൂടിയാണ് തുടങ്ങുന്നത്. ഇവിടെയൊക്കെ സൈക്കോളജിക്കൽ ഇഷ്യൂ വന്നിട്ട് ആൾക്കാർ ഓവർ ട്രേഡ് ചെയ്യാൻ പോകും. കാരണം തിരിച്ചു പിടിക്കണം നഷ്ടം. അതിനുവേണ്ടി ശ്രമിക്കും തോറും നമ്മുടെ അക്കൗണ്ട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നഷ്ടം കൂടിക്കൂടി വരും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ സൈക്കോളജിക്കലി നമ്മൾ സ്റ്റേബിൾ അല്ലാത്തിടത്തോളം നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ മറികടക്കാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ്. ഇതിനകത്തൊരു മാത്തമാറ്റിക്സ് ഉണ്ട്, അതിൽ നമ്മൾ വിശ്വസിക്കുക, അതിനെ കണ്ണും പൂട്ടി വിശ്വസിക്കുക. അതൊരിക്കലും തെറ്റല്ല. കണക്ക് നമ്മൾ എങ്ങനെയൊക്കെ കൂട്ടിയാലും ഏത് കാലഘട്ടത്തിൽ കൂട്ടിയാലും അതിൻ്റെ റിസൾട്ട് ഒന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ വിശ്വസിച്ച് അത് മാത്രം ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ മതി, നമുക്കും അതേ റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ടാകും. ഇപ്പോഴും നമുക്ക് കാണാം 33% വിൻ റേഷ്യോയിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഈ മാസവും നമ്മൾ വിൻ റേഷ്യോ 50% താഴെയാണ്, 43% വിൻ റേഷ്യോ ഉള്ളൂ. പക്ഷേ നമ്മൾ മികച്ച പ്രോഫിറ്റിലാണുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രേഡിംഗ് സിമ്പിളാണ്. റൂൾസ് ഉണ്ടാക്കുക, ഇതിനകത്ത് മാത്തമാറ്റിക്സ് പഠിക്കുക, അതിനെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടല്ല ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ
സെക്കൻഡ് 3 4 തവണയായിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ മാത്രം നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ലൈക്ക് തരിക. നമ്മളതങ്ങനെ ചോദിക്കാറുള്ളതല്ല, കാരണം എത്ര പേരിത് റെഗുലറായിട്ട് കാണുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാനും കൂടിയിട്ടാണ്. പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം ഒരു കമൻറ്റും കൂടി രേഖപ്പെടുത്തിയാൽ സന്തോഷം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലൈക്ക് കൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് റീച്ച് കൂടുതൽ കിട്ടാൻ അക്കോർഡിംഗ് ടു ഗൂഗിളിൻ്റെ അൽഗോരിതം വെച്ചിട്ട് ഒരു സാധ്യതയുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ സംഭവിക്കുക എന്ന് നമുക്കൊന്ന് അറിയാമല്ലോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണും വരെയും നന്ദി.